ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പറഞ്ഞു പഴകിയ വാക്കായി മാറിയിരിക്കുന്നു മനുഷ്യാവകാശം. ആവശ്യത്തിനും അനാവശ്യത്തിനും മനുഷ്യാവകാശം എടുത്തുപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വാക്കിന് ഇങ്ങനൊരു ഗതിയുണ്ടായത്. പതിവ് വിലാപങ്ങൾക്കപ്പുറം മനുഷ്യാവകാശം ഇന്നും രാജ്യത്തെ പ്രധാന വിഷയങ്ങളിലൊന്നു തന്നെ. ഇക്കാര്യം ഓർമ്മപ്പെടുത്തി മറ്റൊരു മനുഷ്യാവകാശം ദിനം കൂടി കടന്നുപോവുകയാണ് ഡിസംബർ 10. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. പൊതുപ്രവർത്തകർക്ക് നേരെ നടക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ കടന്നാക്രമണമാണെന്ന് എളമരം കരീം എംഎൽഎ. നിയമ തടസ്സമില്ലാത്തിടത്തോളം കാലം മോഹൻ മാസ്റ്ററെ സന്ദർശിക്കുമെന്ന് കെ ലതിക എംഎൽഎ. ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. വിലക്കയറ്റം തടയുക, തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാഴാഴ്ച കോഴിക്കോട് നഗരത്തിൽ ട്രേഡ് യൂണിയൻ മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. കുറ്റ്യാടി എംഎൽഎ കെ ലതിക കഴിഞ്ഞ ദിവസം നടത്തിയ ജയിൽ സന്ദർശനത്തെ ന്യായീകരിച്ച് സിപിഎം നേതൃത്വം രംഗത്തെത്തി. താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും കെ ലതിക എംഎൽഎ പറഞ്ഞു. നിയമ തടസ്സമില്ലാത്തിടത്തോളം കാലം തന്റെ ഭർത്താവായ മോഹനൻ മാസ്റ്ററെ ജയിലിൽ പോയി കാണുമെന്നും അവർ കൂട്ടിച്ചേർത്തു. TP വധക്കേസിലെ പ്രതികൾ കോഴിക്കോട് ജില്ലാ ജയിലിൽ വെച്ച് മൊബൈൽ ഫോണും ഫേസ്ബുക്കും ഉപയോഗിച്ചതടക്കമുള്ള വിവാദങ്ങൾ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ TP കേസിലെ പ്രതിയായ മോഹനൻ മാസ്റ്ററുടെ ഭാര്യയും കുറ്റ്യാടി MLAയുമായ കെ ലതികയുടെ ജില്ലാ സന്ദർശനത്തെ ന്യായീകരിച്ചുകൊണ്ട് CPM സംസ്ഥാന സമിതി അംഗം എളമരം കരീമും കെ ലതിക MLAയും രംഗത്തെത്തി. താൻ ജയിലിൽ പോയി മോഹനൻ മാസ്റ്ററെ സന്ദർശിച്ചത് ഇപ്പോഴുള്ള ഫേസ്ബുക്ക് വിവാദം അറിഞ്ഞിട്ടല്ല. താൻ ജയിലിൽ മോഹനൻ മാസ്റ്ററെ മാത്രമേ കാണാറുള്ളൂവെന്നും മറ്റു പ്രതികളുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും തനിക്കില്ലെന്നും കെ ലതിക വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മോഹനൻ മാസ്റ്ററെ ഇനിയും കാണാൻ പോകുമെന്നും അതിന് നിലവിൽ യാതൊരു നിയമ തടസ്സവും ഇല്ല. ഇപ്പോൾ നടക്കുന്നത് വ്യക്തിഹത്യയാണ്. താൻ ഒരിക്കലും MLA സ്ഥാനം ദുരുപയോഗം ചെയ്തിട്ടില്ലെന്നും ജയിലിൽ എത്തിയത് മോഹനൻ മാസ്റ്ററുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കുവാനാണെന്നും കെ ലതിക വ്യക്തമാക്കി. മോഹനൻ മാസ്റ്റർ കാണാൻ ഞാൻ ഇനിയും പോകും. നിയമം തടസ്സപ്പെടുത്തുന്ന എന്നെ തടസ്സപ്പെടുന്ന കാലത്തോളം ഞാൻ പോകും. ജയിൽ പുള്ളികളെ കുടുംബാംഗങ്ങൾ സന്ദർശിക്കുന്നതിൽ തെറ്റില്ല. കെ ലതികയെ മാധ്യമങ്ങൾ ഇപ്പോൾ വേട്ടയാടുകയാണെന്നും CPM സംസ്ഥാന സമിതി അംഗമായ എളമരം കരീമും വിശദീകരിച്ചു. വസ്തുതാപരമല്ലാത്ത കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ തേജോവധം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ റിമാൻഡ് പ്രതികൾ ജയിലിനകത്ത് ഉപയോഗിച്ച സ്മാർട്ട് ഫോണുകൾ ലഭിക്കാൻ കെ ലതിക MLAയുടെ വീട്ടിലാണ് പോലീസ് തിരയേണ്ടതെന്ന് RMP നേതാക്കളായ N വേണുവും KS ഹരിഹരനും പറഞ്ഞു. ജനപ്രതിനിധി എന്ന സൌകര്യം ദുരുപയോഗിച്ച് ക്രിമിനലുകൾക്ക് പിന്തുണ നൽകുന്ന ലതിക MLA സ്ഥാനം രാജിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് ഫേസ്ബുക്ക് വിവാദം ഉയർന്നയുടനെ TP കേസ് പ്രതികളെ സന്ദർശിക്കുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തേക്ക് കടത്തി നശിപ്പിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത കെ ലതിക MLA സ്ഥാനം രാജിവെക്കണമെന്ന് RMP സംസ്ഥാന സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കെ ലതിക MLAയുടെ നേതൃത്വത്തിലാണ് ജയിലിനകത്തെ പ്രതികൾ ചട്ടം ലംഘിക്കുന്ന പ്രവൃത്തി തുടരുന്നതെന്ന് ഇതോടെ വ്യക്തമായതായും ഇവർ പറഞ്ഞു. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത റെസ്റ്റോറന്റിൽ വെച്ച് P മോഹനുമായി കൂടിക്കാഴ്ച നടത്തിയ ലതിക MLA ഫേസ്ബുക്ക് വിവാദം പുറത്തുവന്ന ഉടനെ ജയിലിലെത്തി മുഹമ്മദ് ഷാഫി അടക്കമുള്ളവർ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ പുറത്തേക്ക് കടത്തിയതിന് നേതൃത്വം നൽകിയത് ഔദ്യോഗിക പദവിയുടെ ബലത്തിലാണ്. TP കേസിന്റെ അന്വേഷണ വേളയിൽ P മോഹനൻ അറസ്റ്റിലായപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത് തടയാൻ ലതികയുടെ നേതൃത്വത്തിൽ LDF MLAമാരുടെ സംഘം വടകരയിൽ തമ്പടിച്ചതും ഇതോടൊപ്പം ഓർക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ജനപ്രതിനിധി എന്ന സൌകര്യം ദുരുപയോഗിച്ച് ക്രിമിനലുകൾക്ക് പിന്തുണ നൽകുന്ന ലതിക MLA സ്ഥാനം രാജിവെച്ച് പുറത്തുപോകണമെന്നും RMP സംസ്ഥാന സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി N വേണു, KS ഹരിഹരൻ, KP പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. ഫണ്ടും സർക്കാർ നടപടിയുമില്ലാത്തതിനാൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലായ മാനാഞ്ചിറയിലെ പബ്ലിക് ലൈബ്രറി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വായനക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു.
തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറി മാതൃകയിൽ ലൈബ്രറി സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് സഹൃദയരും സാംസ്കാരിക പ്രവർത്തകരും അടങ്ങുന്ന കൂട്ടായ്മ ആവശ്യപ്പെട്ടു. സ്ഥാപനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിട്ടും വിഫലമായ സാഹചര്യത്തിലാണ് പബ്ലിക് ലൈബ്രറി സന്ദർശക സമിതിയുടെ നേതൃത്വത്തിൽ സഹൃദയർ രംഗത്തിറങ്ങിയത്. ഒക്ടോബർ 21 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയും സ്ഥാപനത്തിന്റെ കേസുകൾ തീർപ്പാക്കാൻ നടപടിയെടുക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. സ്ഥാപനത്തിലെ 13 ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് 4 മാസമായി. 5 നിലയുള്ള ലൈബ്രറി കെട്ടിടത്തിന്റെ താഴെയുള്ള 20ഓളം വാടക മുറികളുടെ വാടക കൊണ്ടാണ് ഇവർക്ക് ശമ്പളം നൽകിയിരുന്നത്. പ്രതിമാസം 1550 രൂപ വാടക ഈടാക്കാനും ഓരോ കൊല്ലവും 10% വാടക കൂട്ടാനുമായിരുന്നു ധാരണ. എന്നാൽ ഇത് നടക്കുന്നില്ലെന്ന് വായനക്കാർ പറയുന്നു. 17 കൊല്ലത്തിനിടെ കാര്യമായ നവീകരണമൊന്നും ലൈബ്രറിയിൽ നടക്കുന്നില്ല. പുസ്തകങ്ങൾ വാങ്ങിയിട്ട് വർഷങ്ങളായി. ഈയിടെ 4 മാസം മുമ്പ് MP ഫണ്ടിൽ നിന്നും കലക്ടറുടെ പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും ലഭിച്ച തുക കൊണ്ടാണ് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയത്. അതുമാത്രമാണ് പുതിയ പുസ്തകങ്ങളായിട്ടുള്ളത്. 1996 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങളാണ് ഇവിടെയുള്ളവയിൽ ഏറെയും. മാനാഞ്ചിറയിൽ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറി കൌൺസിലിന്റെ കീഴിലുള്ള ജില്ലാ ലൈബ്രറി നവീകരണത്തിന്റെ ഭാഗമായി 1993 പൊളിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടം കൈമാറാനായിരുന്നു ധാരണയെങ്കിലും പിന്നീട് പുതിയ ട്രസ്റ്റിന് കീഴിൽ ലൈബ്രറി സ്ഥാപിക്കുകയായിരുന്നുവെന്നാണ് ഇത് സംബന്ധമായ കേസ്. 2006 പഴയ ലൈബ്രറി കിളിയനാട്ടെ ഗവൺമെന്റ് LP സ്കൂളിലേക്ക് മാറ്റി സ്ഥാപിച്ചിരുന്നു. 2005 തങ്ങൾക്ക് അനുകൂലമായി വിധിയുണ്ടായെങ്കിലും കെട്ടിടം കൈമാറാൻ നടപടിയുണ്ടായില്ലെന്ന് ജില്ലാ ലൈബ്രറി അധികൃതർ പറയുന്നു. എന്നാൽ 2010 ഹൈക്കോടതിയുടെ ഈ നടപടി സ്റ്റേ ചെയ്തു. 2011 സ്റ്റേ നീക്കിയെങ്കിലും കെട്ടിടം കൈമാറിയില്ലെന്നും ഇവർ പറയുന്നു. കേസുകൾ തീർപ്പാവാതെ നീളുന്നതോടെ കോഴിക്കോടിന്റെ മികച്ച ലൈബ്രറി എന്ന സ്വപ്നം നഷ്ടമാവുകയാണ്. പ്രതിഷേധ കൂട്ടായ്മ INTUC സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. P വാസു അധ്യക്ഷത വഹിച്ചു. തായാട്ട് ബാലൻ, N ബാലകൃഷ്ണൻ, ബിജു ആന്റണി, ഗ്രോ വാസു, വത്സൻ നെല്ലിക്കോട്ട്, T ബാലകൃഷ്ണൻ, വിജയകുമാർ, P രമേഷ് ബാബു, മോയിൻ ബാബു, N വേലായുധൻ, CP പൂനൂർ, P ശിവാനന്ദൻ, ശശി, MA റഹ്മാൻ, സ്നേഹരാജ് എന്നിവർ സംബന്ധിച്ചു. ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി ചാത്തമംഗലം കളന്തോട് MES കോളേജിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ സംരക്ഷണ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PC മുഹമ്മദ് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. ചാത്തമംഗലം കളന്തോട് MES കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനത്തിൽ മനുഷ്യാവകാശ സംരക്ഷണ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. NIT പരിസരത്തു നിന്നും രാവിലെ ആരംഭിച്ച കൂട്ടയോട്ടം ജില്ലാ പഞ്ചായത്ത് മെമ്പർ PC മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. MES കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. പരിപാടിയിൽ MES കോളേജ് പ്രിൻസിപ്പൽ E അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു. ഷാഫി K, കുന്നമംഗലം SI സജീവൻ, സക്കീർ ഹുസൈൻ, ഹസൻകുട്ടി, അർഷഫ്, ഷാനു ലുക്മാൻ, നൂഹ്മാൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ലോക മനുഷ്യാവകാശ ദിനത്തിൽ ജില്ലയിൽ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുക, വിലക്കയറ്റം തടയുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ആദായ നികുതി ഓഫീസിലേക്ക് നടന്ന മാർച്ച് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NK നളിനി ഉദ്ഘാടനം ചെയ്തു. ലോക മനുഷ്യാവകാശ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുക, വിലക്കയറ്റം തടയുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ടൌൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി NK നളിനി മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. UPA ഗവൺമെന്റ് ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് NK നളിനി ആരോപിച്ചു. ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയെങ്കിലും ജനങ്ങൾക്ക് അതിന്റെ യാതൊരു ഫലവും ഇതുവരെ ലഭ്യമായിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UPA ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. ധർണയിൽ ഏരിയ പ്രസിഡന്റ് K ഷീബ, ഏരിയ സെക്രട്ടറി മീര ദർശക്, ലളിതപ്രഭ, സൌദാമിനി, V പ്രസന്ന എന്നിവർ സംബന്ധിച്ചു. കൊയിലാണ്ടി സിവിൽ സ്റ്റേഷന് മുന്നിൽ ലോക മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും CPIM ഏരിയ സെക്രട്ടറി KK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. K ശാന്ത ടീച്ചർ, K ഇന്ദിര ടീച്ചർ, NVM ചന്ദ്രിക, P ഗീത എന്നിവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ ഒരിടവേള.
The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. 34ാമത്തെ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ, മുതിർന്ന പൌരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. ലോക മനുഷ്യാവകാശ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും കോഴിക്കോട് ഗവൺമെന്റ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. കേരള ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK ജയകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. കേരള ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെയും കോഴിക്കോട് ഗവൺമെന്റ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക മനുഷ്യാവകാശ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോളേജിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്ന ഉപന്യാസ മത്സരത്തിലും ക്വിസ് മത്സരത്തിലും വിജയിച്ചവർക്ക് ചടങ്ങിൽ കലക്ടർ ഉപഹാരങ്ങൾ നൽകി. കേരള ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK ജയകുമാർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ BH ഹെലൻ ജോയ്, മുൻ PSC മെമ്പർ പ്രൊഫസർ ജോബ് കാട്ടൂർ, NSTA സംസ്ഥാന പ്രസിഡന്റ് E ബേബിവാസൻ, VK സന്തോഷ് കുമാർ, PR സുനിൽ സിംഗ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന മനുഷ്യാവകാശ നിയമ ബോധവൽക്കരണ ക്ലാസിൽ അഡ്വക്കേറ്റ് സാബി ജോസഫ്, അഡ്വക്കേറ്റ് ജോൺസൺ വി ജോസ് എന്നിവർ ക്ലാസ് എടുത്തു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് നഗരത്തിലെത്തി തൊഴിൽ ചെയ്തു മടങ്ങുന്നവർക്കായി കോഴിക്കോട്ട് ഫ്ളാറ്റ് ഒരുങ്ങുന്നു. കോവൂർ ഇരിങ്ങാടൻ പള്ളി റോഡിലാണ് ദിനേന നഗരത്തിലെത്തി തൊഴിൽ ചെയ്തു മടങ്ങുന്നവരുടെ പ്രയാസങ്ങൾ മുന്നിൽ കണ്ട് ഫ്ളാറ്റുകൾ ഒരുങ്ങുന്നത്. ഭവന നിർമ്മാണ ബോർഡിന് കീഴിലാണ് ഫ്ളാറ്റുകൾ. ആയിരക്കണക്കിന് പേരാണ് കോഴിക്കോട് നഗരത്തിലെത്തി ദിനേന ജോലി ചെയ്ത് മടങ്ങുന്നത്. വിദൂര സ്ഥലങ്ങളിൽ നിന്നാണ് പലരും ഇത്തരത്തിൽ ജോലിക്കെത്തുന്നത്. ഇവർക്ക് രാവിലെ നഗരത്തിലേക്കും വൈകിട്ട് തിരിച്ചുമുള്ള യാത്ര അതിസാഹസമാണ്. അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ഇത്തരക്കാർക്ക് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം യാത്രാ ഇനത്തിൽ നീക്കിവെക്കുകയും വേണം. സാധാരണക്കാരായ തൊഴിലാളികളുടെ ഈ പ്രയാസം മുന്നിൽ കണ്ടാണ് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ഫ്ളാറ്റ് പണിതിരിക്കുന്നത്. വെള്ളിമാടുകുന്നിനടുത്ത കോവൂർ ഇരിങ്ങാടൻ പള്ളി റോഡിൽ 30 ഫ്ളാറ്റുകളാണ് തൊഴിലാളികൾക്കായി പണി പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 350 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കിടപ്പുമുറിയോട് കൂടിയുള്ളതാണ് ഫ്ളാറ്റുകൾ. അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്വന്തമായി വാസസ്ഥലമില്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റുകൾ അനുവദിക്കുക. 11 മാസത്തേക്കാണ് ഫ്ളാറ്റുകൾ നൽകുകയെങ്കിലും 30 മാസം വരെ പുതുക്കി നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റെയിൽവേ ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ചിന്റെ ദ്വൈവാർഷിക സമ്മേളനം നടന്നു. റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സമ്മേളനം AIGIEU സംസ്ഥാന പ്രസിഡന്റ് K അജയൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേയിലെ ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ AILRSA കോഴിക്കോട് ബ്രാഞ്ചിന്റെ ദ്വൈവാർഷിക സമ്മേളനം നടന്നു. കോഴിക്കോട് റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന സമ്മേളനം AIGIEU സ്റ്റേറ്റ് പ്രസിഡന്റ് K അജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ ശമ്പള കമ്മീഷനിൽ നിങ്ങളെ വെറും തൊഴിലാളികളാക്കി കണ്ടിട്ട് നിങ്ങൾക്ക് തന്ന നേട്ടങ്ങളെ കുറിച്ചോ നിങ്ങൾക്ക് തന്ന പണത്തെ കുറിച്ചോ നിങ്ങൾക്ക് തന്ന അസൗകര്യങ്ങളുടെ ഒരു
പൂമ്പാലത്തെ കുറിച്ചുള്ള ബേജാറിന് വലിയ പ്രസക്തിയില്ലാത്ത പോലെയാണ് യഥാർത്ഥത്തിൽ ലോക്കോ പൈലറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവിതം ഇന്ന് എത്തി നിൽക്കുന്നത്. AILRSA ഓൾ ഇന്ത്യ വൈസ് പ്രസിഡന്റ് KS മണി അധ്യക്ഷത വഹിച്ചു. KC ജെയിംസ്, P വിജയകുമാർ, ശിവശങ്കരൻ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനം നടന്നു. ശേഷം പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തി അവയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 6 ദിവസം നീളുന്ന ഉൽപ്പന്ന പ്രദർശനമേള തുടങ്ങി. മേളയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൌൺസിലർ MT പത്മ നിർവഹിച്ചു. സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്തി അവയെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 6 ദിവസം നീണ്ടുനിൽക്കുന്ന ഉൽപ്പന്ന പ്രദർശനമേളയാണ് കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ ആരംഭിച്ചിരിക്കുന്നത്. കാർഷിക ഭക്ഷ്യാധിഷ്ഠിത വ്യവസായ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് മേള നടത്തുന്നത്. ദിവസവും രാവിലെ 10 മുതൽ രാത്രി 7 വരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൌജന്യമാണ്. കോർപ്പറേഷൻ നഗരസഭ പ്രതിപക്ഷ നേതാവ് MT പത്മ മേള ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ MP അബ്ദുൾ റഷീദ്, KSSIA കോഴിക്കോട് പ്രസിഡന്റ് MA അബ്ദുറഹിമാൻ, KT ആനന്ദ്കുമാർ, KP രാജൻ, T ഷാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൈത്തറി വസ്ത്രങ്ങൾ, കരകൌശല വസ്തുക്കൾ, ഓട്ടുപാത്രങ്ങൾ, വിളക്കുകൾ, തുണിസഞ്ചി, അച്ചാർ, സ്ക്വാഷ്, ജാം, സോപ്പുപൊടി, കൂവപ്പൊടി, പർദ്ദ, റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, കയറുൽപ്പന്നങ്ങൾ, ആനിമേഷൻ CDകൾ, പപ്പടം, നാടൻ ഭക്ഷ്യവിഭവങ്ങൾ, നാടൻ സർബത്ത്, നന്നാറി, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നമ്മുടെ നാട്ടിലെ സൂക്ഷ്മ ചെറുകിട സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന വൈവിധ്യമായ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ പരിചയപ്പെടുത്തുന്നത്. വ്യവസായ സംരംഭകർക്ക് 30 ലക്ഷം രൂപ വരെ സബ്സിഡി നൽകുന്ന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ഏറ്റവും പുതിയ പദ്ധതിയായ എന്റർപ്രണേഴ്സ് സപ്പോർട്ട് സ്കീം ആരംഭിച്ചതായി ജില്ലാ വ്യവസായ കേന്ദ്രം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെടണം. മത്സ്യഫെഡിന് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ലഘുതൊഴിൽ സംരംഭങ്ങളെക്കുറിച്ചുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടി കലക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. സ്വയം സഹായ സംഘങ്ങളുടെ വികാസത്തിന് അവരെ ലഘുതൊഴിൽ സംരംഭകരാക്കുകയും അതിലൂടെ സ്ഥിര വരുമാനം കണ്ടെത്തുവാൻ സഹായിക്കുകയും വേണം. ഈ ഒരു ലക്ഷ്യത്തോടുകൂടി കോഴിക്കോട് താലൂക്കിലെ മത്സ്യഫെഡിന് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ലഘുതൊഴിൽ സംരംഭങ്ങളെക്കുറിച്ചുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടി കോഴിക്കോട് കലക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. 75 പേരാണ് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു. 75 പേർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്കുള്ള കൺസൾട്ടൻസ് ഉണ്ട്, സംശയങ്ങളൊക്കെ ചോദിക്കാം. അനുയോജ്യമായ രീതിയിൽ ഏതെങ്കിലും ഏരിയ തിരിച്ചുള്ള ആ ഏരിയയിൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മത്സ്യഫെഡും മത്സ്യവികസന വകുപ്പും ചെയ്യുന്ന ഒരു കാര്യക്ഷമമായ പരിപാടികളുടെ ഭാഗമാണ്. വിവിധ വിഷയങ്ങളിൽ അസറ്റ് ട്രെയിനർമാരായ U ഗീത, സനല ശിവദാസ്, A സഫ്ന എന്നിവർ ക്ലാസുകളെടുത്തു. നഗരമധ്യത്തിലെ കോർപ്പറേഷന്റെ പ്രധാന കെട്ടിടമായ സത്രം ബിൽഡിംഗ് ജീർണാവസ്ഥയിൽ. മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ സ്ഥിതി ചെയ്യുന്ന KTDC സത്രം കെട്ടിടമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. കോർപ്പറേഷനുമായുള്ള കരാർ തീരാൻ ഇനി 1.5 വർഷം ബാക്കി നിൽക്കുന്നതിനാൽ നഗരസഭയോ KTDCയോ കെട്ടിടത്തിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്താൻ പോലും തയ്യാറായിട്ടില്ല. മിഠായി തെരുവിന്റെ കവാടത്തിൽ KTDCയുടെ മലബാർ മാൻഷൻ ഹോട്ടൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ 20 മുറികളും വലിയ ഹാളുമാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. നഗരസഭ 1990-ലാണ് KTDCക്ക് ഹോട്ടൽ നടത്താൻ കെട്ടിടം കൈമാറിയത്. 2015-ൽ KTDCയും കോർപ്പറേഷനും തമ്മിലുള്ള കരാർ അവസാനിക്കുന്നതിനാൽ കെട്ടിടത്തിന്റെ നവീകരണത്തിനായി ആരും തയ്യാറാവുന്നില്ല. അതിനാൽ ഹോട്ടൽ മുറികൾ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാൽ കരാർ അവസാനിക്കുന്നതോടെ KTDC ഹോട്ടൽ വെസ്റ്റ് ഹില്ലിലേക്ക് മാറ്റാൻ തീരുമാനമുണ്ടായെങ്കിലും അതും നടന്നിട്ടില്ല. നഗരത്തിൽ പരിപാടികൾ നടത്താൻ സംഘാടകർ ഹാൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കാലത്ത് കോഴിക്കോടിന്റെ മുഖമുദ്രയും അഭിമാനവുമായിരുന്ന കോർപ്പറേഷന്റെ സ്വന്തം കെട്ടിടം അനാഥമായി വെറുതെ കിടക്കുകയാണ്. കെട്ടിടത്തിലെ LIC ഹാൾ എന്നറിയപ്പെടുന്ന കോൺഫറൻസ് ഹാൾ നിരവധി പൊതുപരിപാടികളുടെ വേദിയായിരുന്നു. LIC മീറ്റിംഗുകൾ അധികം നടക്കുന്നതിനാലായിരുന്നു LIC ഹാൾ എന്ന് തന്നെ പേരുകേട്ടത്. ഹോട്ടലിന്റെ താഴെ നിലയിലെ 10 മുറികൾ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. KTDCയുടെ മലബാർ മേഖല ഓഫീസ് പ്രവർത്തിക്കുന്ന 2 മുറികളും ബിയർ പാർലർ, റെസ്റ്റോറന്റ്, ഓഫീസ് നടത്തുന്ന ഏതാനും മുറികളും മാത്രമാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. കരാർ അവസാനിച്ചാൽ നഗരസഭാ കെട്ടിടം KTDCയിൽ നിന്നും കോർപ്പറേഷൻ തിരിച്ചെടുത്താൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. കരാർ കാലാവധി തീരാൻ 1.5 വർഷത്തോളം ബാക്കിയുള്ളതിനാൽ കെട്ടിടം വെറുതെ കിടക്കേണ്ട അവസ്ഥയാണ്. തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ റാലി 12-ന് വ്യാഴാഴ്ച കോഴിക്കോട് നഗരത്തിൽ നടക്കും. രാവിലെ 10-ന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി മുതലക്കുളത്ത് സമാപിക്കും.
പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കൾ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെയും സ്വതന്ത്ര ഫെഡറേഷനുകളുടെയും ബാങ്ക്, ഇൻഷുറൻസ്, ടെലികോം, ഡിഫൻസ് തുടങ്ങിയ പൊതുമേഖലാ യൂണിറ്റുകളുടെയും മറ്റും സംയുക്താഭിമുഖ്യത്തിലാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ജില്ലാ റാലി സംഘടിപ്പിക്കുന്നത്. സർവീസ് അധ്യാപക സംഘടനകളും സ്വതന്ത്ര യൂണിയനുകളും മറ്റും റാലിയിൽ അണിചേരും. വിലക്കയറ്റം തടയുക, തൊഴിലും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക, തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കുക, അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ദേശീയ സുരക്ഷാ ഫണ്ട് സ്വരൂപിക്കുക തുടങ്ങിയ 10 ആവശ്യങ്ങളാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഉന്നയിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ തൊഴിലാളികൾ വ്യാഴാഴ്ച ഓരോ ട്രേഡ് യൂണിയന്റെയും സർവീസ് സംഘടനയുടെയും ബാനറിന് കീഴിൽ രാവിലെ 9:30 മണിയോടെ സിറ്റിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒത്തുകൂടും. സ്റ്റേഡിയത്തിന് പടിഞ്ഞാറ് SK ടെമ്പിൾ റോഡിൽ നിന്ന് 10 മണിക്ക് ആരംഭിക്കുന്ന കേന്ദ്രീകരിച്ച പ്രകടനത്തിന് ട്രേഡ് യൂണിയൻ സർവീസ് സംഘടന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകും. 25,000-ഓളം തൊഴിലാളികൾ അണിനിരക്കുന്ന പ്രകടനം മുതലക്കുളത്തെത്തിയാൽ പൊതുയോഗം ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അവയവദാന സമ്മതപത്രം കൈമാറി. ആർട്സ് നാഷണൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ PN രാഘവൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രവീന്ദ്രന് സമ്മതപത്രം സമർപ്പിച്ചു. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആർട്സ് നാഷണൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ അവയവദാന സമ്മതപത്രം കൈമാറി. ആർട്സ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം പ്രൊഫസർ PN രാഘവൻ അവയവദാന സമ്മതപത്രം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രവീന്ദ്രൻ നൽകിക്കൊണ്ട് നിർവഹിച്ചു. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ചടങ്ങിൽ അവയവ സമ്മതപത്രം കൈമാറുന്ന ഒരു ചടങ്ങിൽ ഉത്കൃഷ്ടരായ വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭം. അതിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുകയാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ T സുരേഷൻ, ഡോക്ടർ മുഹമ്മദ് മുസ്തഫ, M സത്യ, ഡോക്ടർ പ്രദീപ് കുമാർ, സച്ചിൻ ദേവ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കേരള ഭവനരഹിത ഭൂരഹിത ജനവേദിയുടെ പ്രവർത്തക കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ ട്രേഡ് യൂണിയൻ നേതാവ് മോയിൻ ബാപ്പു ഉദ്ഘാടനം ചെയ്തു. ഭൂരഹിത ഭവനരഹിത ജനവേദി പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി അധ്യക്ഷനായിരുന്നു. കേരള ഭൂരഹിത ഭവനരഹിത ജനവേദിയുടെ പ്രവർത്തക കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കൺവെൻഷൻ പൊതുപ്രവർത്തകൻ മോയിൻ ബാപ്പു ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി നൽകണം എന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഭൂരഹിത ഭവനരഹിത ജനവേദി പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KL ലൈല, ഷിബു മാങ്കാവ്, K സൌദ, P റുക്ഷാന, രാധ ഫറോക്ക്, KP മിനി, P പ്രസാദ്, MM അനിൽകുമാർ, K ചന്ദ്രൻ എന്നിവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. ഇനി മണ്ഡലകാല വിശേഷങ്ങൾ. കണ്ണഞ്ചേരി കോട്ടിയാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കർപ്പൂരാഴി മഹോത്സവം ഭക്ത്യാദരപൂർവ്വം നടന്നു. കണ്ണഞ്ചേരി ഗണപതി ക്ഷേത്ര പരിസരത്തു നിന്നും വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടും നൂറുകണക്കിന് സ്ത്രീകൾ അണിനിരുന്ന താലപ്പിലോടും കൂടിയ കർപ്പൂരാഴി ആഘോഷവരവ് ദർശിക്കാൻ നിരവധി പേർ ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് കരിമരുന്ന് പ്രയോഗവും നടന്നു. കോട്ടിയാട്ട് അയ്യപ്പ സേവാ സമിതി ഭാരവാഹികളായ കൃപാൽ, സന്തോഷ്, പ്രവീൺ, ദിനേശ്, ക്ഷേത്ര ഭാരവാഹികളായ ശങ്കരപിള്ള, വിശ്വനാഥൻ, മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. ക്ഷേത്രത്തിലെ പൂജകൾക്ക് സംജേഷ് പട്ടേരി നേതൃത്വം നൽകി.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോഗോൺ www.jillavartagal.com. ഹിന്ദുസ്ഥാനി സംഗീത പ്രേമികളുടെ കേന്ദ്രമായ കോഴിക്കോട്ട് കിഷോർ കുമാർ എന്ന സംഗീത പ്രതിഭയെ ആദരിക്കുന്നു. ഇതിനായി ഡിസംബർ 13 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ബോബി ചെമ്മണൂർ ഗാത്താ രഹേ എന്ന പരിപാടി സംഘടിപ്പിക്കും. തുടർച്ചയായി 12 മണിക്കൂർ കിഷോർ കുമാറിന്റെ 100 ഗാനങ്ങളാണ് ചടങ്ങിൽ ആലപിക്കുക. ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ യുവഗായകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സലീഷ് ശ്യാമാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. കൊയിലാണ്ടി കോടതിയുടെ ദ്വൈശതാബ്ദി ആഘോഷങ്ങൾക്ക് ഡിസംബർ 14 പരിസമാപ്തിയാവും. സമാപന സമ്മേളനം ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കെ ദാസൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണിയുന്ന ദ്വൈശതാബ്ദി സ്മാരക കോടതി കെട്ടിടത്തിന് ജസ്റ്റിസ് CT രവികുമാർ ശിലാസ്ഥാപനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കയർ വികസന വകുപ്പിന്റെയും കോഴിക്കോട് കയർ പ്രൊജക്ട് ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി ബോധവൽക്കരണ പരിപാടി നടത്തി. ആദ്യ ദിനം കയർ സഹകരണ സംഘം പ്രസിഡന്റുമാർക്കും 2ാം ദിനം സെക്രട്ടറിമാർക്കും വേണ്ടിയുള്ള ക്ലാസുകളാണ് എടുത്തത്. കയർ പ്രൊജക്ട് ഓഫീസർ വി അസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രം റിട്ടയർഡ് ഡെപ്യൂട്ടി രജിസ്ട്രാർ KM മോഹനൻ, റിട്ടയർഡ് മാനേജർ IT ബാലസുബ്രഹ്മണ്യം എന്നിവർ ക്ലാസുകളെടുത്തു. പരിപാടിക്ക് വി മുഹമ്മദ് നേതൃത്വം നൽകി. കോഴിക്കോട് അപ്പാർട്ട്മെന്റ് പെൺവാണിഭത്തിന്റെയും പന്തിരിക്കര സെക്സ് റാക്കറ്റ് കേസും അന്വേഷണത്തിന് CBIക്ക് കൈമാറുക എന്ന ആവശ്യമുന്നയിച്ച് പൌരസമാജം കേരളയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കോഴിക്കോട് LIC കോർണറിൽ നടന്ന ധർണ പൌരസമാജം കേരള സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് പേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന സെക്സ് റാക്കറ്റുകളെക്കുറിച്ചും കോഴിക്കോട്ടെ അപ്പാർട്ട്മെന്റിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവവും പന്തിരിക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കുകയും പീഡനത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുകയും മറ്റൊരു വിദ്യാർത്ഥിനി ആത്മഹത്യാശ്രമം നടത്തുകയും ചെയ്ത സംഭവങ്ങളെക്കുറിച്ചുമുള്ള കേസുകളുടെ അന്വേഷണം CBIക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ധർണ നടത്തിയത്. ധർണയിൽ സൈനബ കുരുവട്ടൂർ അധ്യക്ഷത വഹിച്ചു. മോയിൻ ബാബു, KA ലൈല, സുധീഷ് ബാബു, VM ചന്ദ്രിക, അജേഷ്, ബാലചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുപ്രവർത്തകർക്ക് നേരെ നടക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ കടന്നാക്രമണമാണെന്ന് എളമരം കരീം MLA. നിയമ തടസ്സമില്ലാത്തിടത്തോളം കാലം മോഹനൻ മാസ്റ്ററെ സന്ദർശിക്കുമെന്ന് KK ലതിക MLA. ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും. വിലക്കയറ്റം തടയുക, തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാഴാഴ്ച കോഴിക്കോട് നഗരത്തിൽ ട്രേഡ് യൂണിയൻ മാർച്ച്. ഇതോടെ ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.